Hello children, so today's section we are going to talk about APJ Abdul Kalam's chapter I Will Fly. So from the title itself, title കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും what the writer wanted to talk about, isn't it? So this chapter is I will fly. It means I will fly one day or the other. ഒരു ദിവസം അല്ലെങ്കിൽ മറ്റൊരു ദിവസം ഞാനും ഉയരങ്ങളിലേക്ക് പറക്കും. That is what the title signifies. ഇനി നമുക്ക് നോക്കാനുള്ളത് the writer. So APJ Abdul Kalamine കുറിച്ച് പറയുകയാണെങ്കിൽ there is no need of explanation അല്ലേ explanation ആവശ്യമില്ലാത്തൊരു പേഴ്സണാലിറ്റി ആണ് അല്ലേ ഒരു ഐഡൻറ്റിറ്റി ആണ് ആർക്കുള്ളത് APJ Abdul Kalamiനുള്ളത് അപ്പോൾ APJ Abdul Kalamiനെ കുറിച്ച് പറയുകയാണെങ്കിൽ he was actually born on 1931 in രാമേശ്വരം തമിഴ്നാട് രാമേശ്വരത്തിലാണ് APJ Abdul Kalam was born in the year 1931. Then talking about the person as a personality, as an individual, he had a very bright place in aeronautical field. Aeronautical ഫീൽഡിനെ കുറിച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ APJ Abdul Kalamine ഒഴിച്ചു നിർത്തിക്കൊണ്ട് നമുക്ക് ഒരിക്കലും ആ മാറ്ററിനെ കുറിച്ച് സംസാരിക്കാൻ കഴിയില്ല അല്ലേ ബിക്കോസ് he had given many contributions in the field of aeronautics. Then we have to talk about this chapter, that is the context. നമ്മൾ എപ്പോഴും ഒരു ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് നോക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ definitely the writer who wrote the chapter, then the title of the chapter that we have already discussed, one day or the other I will fly to the heights. That is what the title signifies. Then about the writer that we also discussed. Then we are moving on, or we have to move on to the context of the chapter. നമ്മൾ മറ്റൊരു കാര്യം നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോണ്ടെക്സ്റ്റ് ആണ് അല്ലെങ്കിൽ ഏത് സിറ്റുവേഷനിലാണ് ഈ ഒരു ചാപ്റ്റർ ഹാസ് ഇവോൾവ്ഡ് ഈ ഒരു ചാപ്റ്റർ ഉണ്ടായത് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ആ ഒരു കോണ്ടെക്സ്റ്റ് എന്താണ് സോ ദ കോണ്ടെക്സ്റ്റ് ഇസ് ആക്ച്വലി APJ Abdul Kalam's സ്പീച്ച് ഒരു സ്പീച്ചാണ് APJ Abdul Kalam നടത്തിയ ഒരു സ്പീച്ചിന് തുടർന്നുണ്ടായ കാര്യങ്ങളാണ് ദ റൈറ്റർ ഈസ് ആക്ച്വലി ഡിസ്കസിങ് ഇൻ ദിസ് ചാപ്റ്റർ ആൻഡ് ദ സ്പീച്ച് ഹാഡ് ഒക്കേർഡ് ആ സ്പീച്ച് നടക്കാനുണ്ടായിരുന്ന ഒരു കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ എവിടെയാണ് അദ്ദേഹം ഈ ഒരു സ്പീച്ച് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഇനോഗ്രൽ സ്പീച്ച് ഹെൽഡ് ഇൻ എ പ്രോഗ്രാം കോൾഡ് ശാസ്ത്രയാൻ. സോ ശാസ്ത്രയാൻ എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു ഇനോഗ്രൽ സ്പീച്ച് ആര് നടത്തുകയായിരുന്നു APJ Abdul Kalam. സോ ആ ഒരു സമയത്ത് അദ്ദേഹത്തിന് ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ് ഹി വാസ് ആക്ച്വലി ഷെയറിംഗ് വിത്ത് അസ് ഷെയറിംഗ് വിത്ത് ദ റീഡേഴ്സ് ത്രൂ ദ ചാപ്റ്റർ I will fly. So I will read the chapter. So what is the context of the chapter? An inaugural speech done by APJ Abdul Kalam during the time of the program called Shastrayan in a remote village. ഒരു റിമോട്ട് ആയിട്ടുള്ള വില്ലേജിൽ നടന്ന ഒരു വലിയ പ്രോഗ്രാം ആയിരുന്നു ശാസ്ത്രയാൻ. അതൊരു വില്ലേജിൽ അല്ലെങ്കിൽ ഒരു സ്കൂളിൽ ഒതുങ്ങി നിൽക്കുന്നില്ല. ഇറ്റ് ഈസ് എ ഹ്യൂജ് പ്രോഗ്രാം ദാറ്റ് I will discuss when we will go on to the chapter. So I will read the chapter. The chapter is actually beginning അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ചാപ്റ്ററിലേക്ക് കടക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുക ഒരു കോട്ടാണ് വെരി ഫേമസ് കോട്ട് ദാറ്റ് ഈസ് വെൻ ഐ വിഷ് അപ്പോൺ എ സ്റ്റാർ മേക്സ് നോ ഡിഫറൻസ് ഹൂ ഐ ആം എനിത്തിങ് മൈ ഹാർട്ട് ഡിസയേഴ്സ് വിൽ കം to me. So it's a very beautiful quote which gives a kind of motivation, a kind of inspiration, a kind of confidence to the people who are reading it. ആര് വായിക്കുമ്പോഴും ആ വായിക്കുന്ന ആളുകളിലേക്ക് ഒരു ഇൻസ്പിറേഷൻ തരാൻ ഉതകുന്ന ഒരു കോട്ടാണ് അല്ലെങ്കിൽ ഒരു കോട്ട് വെച്ചിട്ടാണ് ദ ചാപ്റ്റർ ഇസ് ആക്ച്വലി ബിഗിനിങ്. സോ വെൻ ഐ വിഷ് അപ്പോൺ എ സ്റ്റാർ, സോ വെൻ ഐ വിൽ വിഷ് അപ്പോൺ എ സ്റ്റാർ ഓർ വെൻ ഐ വിഷ് to reach upon the star, to reach upon the sky or to reach upon anywhere. എനിക്കൊരു ലക്ഷ്യമുണ്ട്, എനിക്കൊരു എയിമുണ്ട്, ആ എയിമിലേക്ക് ഞാൻ എത്തണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നത്തിങ് ക്യാൻ സ്റ്റോപ്പ് മീ, ഒന്നിനും എന്നെ സ്റ്റോപ്പ് ചെയ്യാൻ എന്നെ നിയന്ത്രിക്കാൻ കഴിയില്ല. മേക്സ് നോ ഡിഫറൻസ് ഹൂ ഐ ആം. സോ ദാറ്റ് ഈസ് വാട്ട് ദ തിങ്. നമുക്കൊരു വിഷ് ഉണ്ടെങ്കിൽ ആ വിഷ് നമ്മൾ പൂർത്തീകരിക്കണമെങ്കിൽ വി ഡോണ്ട് ഹാവ് ടു തിങ്ക് ദാറ്റ് ഹൂ ഐ ആം. ഞാൻ ആരാണ്, ഞാൻ ചെറിയ മനുഷ്യനായിക്കോട്ടെ വലിയ ആളായിക്കോട്ടെ, എനിക്കൊരു ഡ്രീമിലേക്ക് എത്തണമെന്ന ഒരു ആഗ്രഹമുണ്ടെങ്കിൽ ഒന്നും നമ്മളെ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. വി ഡോണ്ട് ഹാവ് ടു തിങ്ക് അബൌട്ട് എനിത്തിങ് എൽസ് വിച്ച് വിൽ സ്റ്റോപ്പ് us from reaching our aim. Then anything my heart desires will come
to me, if I have a determination to reach my aims, എൻ്റെ എയിമിലേക്ക് എനിക്ക് എത്താനുള്ള ഒരു ഡിറ്റർമിനേഷൻ, ഒരു ഉറച്ച വിശ്വാസം, ഒരു ആത്മവിശ്വാസം എനിക്കുണ്ടെങ്കിൽ എന്നെ ഒന്നിനും തടുക്കാനാവില്ല. I will definitely reach to my goal. So ഈ ഒരു കോട്ടോട് കൂടിയാണ് the chapter is actually beginning. So that is what the entire chapter also tells about. Then, dear friends, so APJ Abdul Kalam is talking to us. APJ Abdul Kalam was talking to us. അത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം whenever we are going through the chapter. So dear friends, I realize how the contributions of the youth in the past have continuously contributed to the world of today in many fields. I would like to assert that no youth today needs to fear about the future. Why? The ignitant mind of the youth is the most powerful resource on the earth, under the earth, and above the earth. Dear young friends, I would like to talk to you on the topic, I am born with wings. So very beautifully he is actually starting his speech, and what he wanted to say, he says that whenever we are looking into the discoveries, whenever we are looking into the development of our world, I am confident because we are having the ignitant mind of youth. So here in this chapter, APJ Abdul Kalam was giving stress on the youth. യൂത്തിനാണ് കൂടുതലായിട്ടും ഈ ഒരു ചാപ്റ്ററിൽ APJ അബ്ദുൽ കലാം ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. കാരണം whenever we talk about the development, നമ്മൾ ഏതൊരു കൺട്രിയെ അല്ലെങ്കിൽ ഏതൊരു സ്ഥലത്ത് നമ്മൾ എടുക്കുന്ന സമയത്തും അവിടെ ഉണ്ടാവുന്ന ഡെവലപ്മെൻറ്റ്സ് മുഴുവൻ അക്കോർഡിംഗ് ടു കലാം ഇറ്റ് ഈസ് ഓൺ ദ ഹാൻഡ്സ് ഓഫ് ദ യൂത്ത് മൈൻഡ്. ഇഗ്നിറ്റൻറ്റ് മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിളച്ചുകൊണ്ടിരിക്കുന്ന രക്തം, അല്ലെങ്കിൽ വളരെ യൂത്ത്ഫുൾ ആയിട്ടുള്ള, വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള, എനർജറ്റിക് ആയിട്ടുള്ള യൂത്തിനെയാണ് നമ്മൾ ഇഗ്നിറ്റൻറ്റ് മൈൻഡ് ഓഫ് ദ യൂത്ത് എന്ന് പറയാം. അപ്പോൾ അവർക്ക് കുറേ ക്രിയേറ്റിവിറ്റി ഉണ്ടാവും, കുറേ തിങ്കിങ് കപ്പാസിറ്റി ഉണ്ടാവും, കുറേ ഇമാജിനേഷൻസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് എവിടെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും? ദ തിങ്സ് വിച്ച് വി വാണ്ടഡ് ടു മേക്ക് ഡെവലപ്മെൻറ്റ്സ്. ഏതൊക്കെ കാര്യങ്ങളാണോ നമുക്ക് ഡെവലപ്മെൻറ്റിലേക്ക് കൊണ്ടുവരണമെന്ന് നമ്മൾ ആലോചിക്കുന്നത്, ആ ഡെവലപ്മെൻറ്റിലേക്ക് അത് എത്തണമെങ്കിൽ നമ്മൾ എന്തിനെ ആശ്രയിച്ചാൽ മതി, അല്ലെങ്കിൽ എന്ത് നമ്മൾ എടുത്താൽ മതി? The youth, the ignitant mind of the youth. The youth and their mind. So that is what Kalam says at the very beginning of his speech. So what he says actually, the mind of the youth is the most powerful weapon through which we can develop our future. നമ്മുടെ ഫ്യൂച്ചർ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് എന്ത് മാത്രം മതി? We have to depend on the ignitant mind of the youth. Then, last year, I went to a village to inaugurate a program called Shastrayan, which means the propagation of science. So this is the context that I told. ഈ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം when APJ Abdul Kalam went to inaugurate a program called Shastrayan. So last year ആ ഒരു പ്രോഗ്രാമിൽ അദ്ദേഹം നടത്തിയ സ്പീച്ചിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് the entire context of the chapter. അപ്പോൾ ആ ഒരു ശാസ്ത്രയാൻ എന്ന് പറയുന്ന പ്രോഗ്രാം എന്താണ്? ഇറ്റ് ഈസ് ആക്ച്വലി ദ പ്രൊപ്പഗേഷൻ ഓഫ് സയൻസ്, സ്പ്രെഡിങ് ഓഫ് സയൻസ്. സ്പ്രെഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സയൻസ് ഫീൽഡിനെ എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ള ആ ഒരു എയിമോടുകൂടി തുടങ്ങിയ ഒരു പ്രോഗ്രാം ആയിരുന്നു ശാസ്ത്രയാൻ. സോ അതിൻ്റെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദ മിഷൻ ഓഫ് ശാസ്ത്രയാൻ വാസ് ടു എൻഷുവർ the preparation of about 2,000 students from different schools towards making them eligible to be engineers, scientists, doctors, qualified managers and civil servants. So what this program is actually aimed at? So what is the mission of Shastrayan? Shastrayan's mission is to make the preparation or to prepare about 2,000 students from different schools towards making them eligible engineers, doctors, civil servants and other qualified managers. So that is what the aim that this program had. That means they are going to select 2,000 students from different schools, different colleges and all, and then they will make them or they will train them to become engineers, doctors, civil servants and other higher position people.
ആൻഡ് ദെൻ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ, അതായത് ശാസ്ത്രയാൻ എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം 2000-ഓളം സ്റ്റുഡൻസിനെ കുറേ വില്ലേജുകളിൽ നിന്ന് തിരഞ്ഞെടുത്ത്, കുറേ സ്കൂളുകളിൽ നിന്ന് തിരഞ്ഞെടുത്ത് അവരെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ, വാട്ട് ഈസ് ദ റിസൾട്ട് ഓഫ് ദാറ്റ്? യെസ്, this action would in turn empower about 2000 families of the village. So that is what the thing. അതായത് നമ്മൾ കുറച്ച് കുട്ടികളെ സെലക്ട് ചെയ്ത് അവരെ എൻജിനീയർ ആയിട്ടും നാളത്തെ ഡോക്ടറായിട്ടും ഒക്കെ മാറ്റുന്ന സമയത്ത് നമ്മൾ എന്തും കൂടിയാണ് എയിം ചെയ്യുന്നത്? അവരുടെ ഹൗസ്, അവരുടെ വീട്ടുകാർ, അവരുടെ ഫാമിലി, they will also develop. So that is what the mission of Shastrayan. So they will select 2000 students. Then my inaugural address to a mixed audience consisting of 5,000 students and their family members was on the topic Science Empowers the Nation. So APJ Abdul Kalam was actually addressing 5,000 students and their parents. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് കുട്ടികളെ സജ്ജരാക്കുന്ന സമയത്ത് APJ Abdul Kalamന്റെ മുന്നിൽ ഉണ്ടായിരുന്ന ഒരു ഓഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വാസ് എ മിക്സ്ഡ് വൺ. It consisting of 5,000 students and their family members. ഏത് ടോപ്പിക്കിലാണ് അദ്ദേഹം സ്പീച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്? The science can empower the nation. നേഷനെ തന്നെ മാറ്റിമറിക്കാൻ സയൻസിന് പറ്റുമോ? സയൻസ് can develop the entire nation. After my address, hundreds of hands were raised for asking questions. അപ്പോൾ ഈ ഒരു ഇനോഗ്രൽ സ്പീച്ച് കഴിഞ്ഞ സമയത്ത് കുറേ കുട്ടികൾക്ക് ചാൻസ് കൊടുക്കുകയാണ്. അതായത് APJ അബ്ദുൽ കലാമിനോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസ് കുറേ കുട്ടികൾക്ക്, ആ മുന്നിലിരിക്കുന്ന കുട്ടികൾക്ക് അവസരം കൊടുക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് വാട്ട് ഈസ് ഹാപ്പനിങ്? കുറേ ഹാൻഡ്സ് ഇങ്ങനെ പൊന്തി വരികയാണ്, കുറേ കൈകൾ ഇങ്ങനെ പൊന്തുന്നുണ്ട് APJ അബ്ദുൽ കലാമിനോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ലിമിറ്റഡ് അവൈലബിലിറ്റി ഓഫ് ടൈം വളരെ ലിമിറ്റഡ് ആയതുകൊണ്ട് വാട്ട് APJ അബ്ദുൽ കലാം വാസ് ഡൂയിങ്? ഹി ഹാഡ് സെലക്റ്റഡ് 12 സ്റ്റുഡൻസ്, 12 കുട്ടികളെ ആ കൂട്ടത്തിൽ നിന്ന്, അതായത് 5,000 സ്റ്റുഡൻസിൻ്റെ ഇടയിൽ നിന്ന് വെറും 12 കുട്ടികളെ, ആ 12 കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ റെപ്രസെൻറ്റിങ് ദ യൂത്ത്, അല്ലേ? യൂത്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ 12 കുട്ടികളെ ഇൻ്റർമീഡിയൻ്റ് ആയിട്ട് അവിടെ നിന്നും ഇവിടെ നിന്നും റാൻഡം ആയിട്ട് ആര് സെലക്ട് ചെയ്യുകയാണ്? APJ അബ്ദുൽ കലാം. അപ്പോൾ ആ സെലക്ട് ചെയ്ത കുട്ടികളിൽ നിന്ന് ഹി വാസ് ആക്ച്വലി ഹാവിങ് എ ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യൻ അദ്ദേഹത്തിന് മുന്നിലേക്ക് വരികയാണ്. ഹി ഹാസ് ടു ഫേസ്. The question was from a teenager who had come from a faraway village. He was nervous and a typical representative of the youth of India. The boy began speaking. Sir, I don't know what I should ask. അപ്പോൾ അതിൻ്റെയൊക്കെ ഇടയിൽ നിന്ന്, ഈ 12 കുട്ടികളുടെ ഇടയിൽ നിന്ന് ഒരു ടീനേജർ വരികയാണ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടിയിട്ട്. സോ വാട്ട് ഈസ് ദി അപ്പിയറൻസ് അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ നമ്മൾ നോക്കുന്ന സമയത്ത് ആ കുട്ടി എങ്ങനെയാണ്? ഹി വാസ് വെരി മച്ച് നെർവസ് ടു ആസ്ക് ക്വസ്റ്റ്യൻ. ആൻഡ് ഹൗ കലാം ഈസ് അഡ്രസ്സിങ് ദാറ്റ് സ്റ്റുഡൻറ്റ്? എങ്ങനെയാണ് കലാം ആ കുട്ടിയെ അഡ്രസ്സ് ചെയ്യുന്നത്? ഹി വാസ് ദ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ഇന്ത്യ or Indian youth. Then what is the question? Sir, I don't know what I should ask. എനിക്കറിയില്ല എനിക്ക് താങ്കളോട് എന്താണ് ചോദിക്കാനുള്ളത്. He just stood up and he had many questions in his mind. Then I am nervous. So why he was not able to answer or any question അദ്ദേഹത്തിൻ്റെ ആ കുട്ടിയുടെ മനസ്സിലേക്ക് വരാത്തത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ഹി വാസ് നെർവസ്. നിങ്ങൾ അങ്ങനെയാണോ? ഒരു ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് എണീറ്റ് നിന്നിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ നെർവസ് ആവാറുണ്ടോ? ദെൻ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇൻ ഓർഡർ ടു ഡെവലപ്പ് യുവർ സെൽഫ്. അപ്പോൾ ഈ ചാപ്റ്റർ ഞാൻ വായിക്കുന്ന സമയത്ത്, ഞാൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ആ കുട്ടിയെ നിങ്ങളായിട്ട് സങ്കല്പിക്കുക. നിങ്ങൾക്ക് അങ്ങനെ ഒരു നെർവസ്നെസ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് കുട്ടികളുടെ മുന്നിൽ അല്ലെങ്കിൽ മറ്റു കുട്ടികളുടെ മുന്നിൽ അയ്യോ ഞാൻ ഒന്നുമല്ല എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ ഈ ഒരു ചാപ്റ്റർ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ഹാവ് ടു റിമൂവ് ദാറ്റ് ഫ്രം യുവർ മൈൻഡ്. കാരണം എല്ലാവരും ഒരുപോലെയാണ്, അല്ലേ? എവ്രി വൺ ഈസ് ഈക്വൽ. നമ്മളാണ് നമ്മുടെ ഉള്ളിലുള്ള കഴിവ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. എവ്രി വൺ ഹാസ് ദ പൊട്ടൻഷ്യൽ. എല്ലാവർക്കും കപ്പാസിറ്റീസ് ഉണ്ട്, എല്ലാവർക്കും എബിലിറ്റി ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വി ഹാവ് ടു മൂവ് ഫോർവേഡ്. ദെൻ അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഞാൻ വായിക്കുമ്പോൾ ആ കുട്ടി നിങ്ങളാണെന്ന് ചിന്തിക്കുക. ചാപ്റ്റർ വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ചാപ്റ്റർ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ you have to be confident. That's a promise that you have to give me. Okay. Yes, I need to have confidence, but I have not gained any
confidence through my education during all these years. അപ്പോൾ കുട്ടി പറയുന്നത് എന്താണ്? I wanted to be confident. I am not confident enough. എനിക്ക് കോൺഫിഡൻസ് ഇല്ല, ഞാൻ കോൺഫിഡൻ്റ് അല്ല. പക്ഷേ എനിക്ക് എന്ത് വേണം? I want to develop confidence in me. എന്നിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കണം എന്ന് എനിക്കുണ്ട്. ഞാൻ ഇതുവരെ പഠിച്ച അല്ലെങ്കിൽ ഇതുവരെ നേടിയ എഡ്യൂക്കേഷനിൽ നിന്ന് ഐ ആം നോട്ട് ഏബിൾ ടു ഗെയിൻ എനി കോൺഫിഡൻസ്. നമുക്ക് എഡ്യൂക്കേഷനിലൂടെ ഒരു കുട്ടിക്ക് കോൺഫിഡൻസ് കൊടുക്കാൻ പറ്റുമോ? നോ. നമ്മൾ തന്നെ വിചാരിക്കണം അല്ലേ? ടീച്ചർ എത്രത്തോളം നമ്മളെ മുന്നോട്ടേക്ക് വാ എന്ന് വിളിച്ചാലും നമ്മളാണ് എന്ത് ചെയ്യേണ്ടത്? വി ഹാവ് ടു മൂവ് ഫോർവേഡ് അല്ലേ? സോ യു ഹാവ് ടു ഡെവലപ്പ് യുവർ സെൽഫ്. ദെൻ I am afraid to talk to my teachers. I am afraid to talk to my friends. Whenever I talk, I compare myself with other students and their elegant dress. അപ്പോൾ ഈ കുട്ടി പറയുന്നത് എന്താണ്? ടീച്ചറോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഈ കുട്ടിക്ക് ചമ്മലാണ്. He is not confident. അതേപോലെ തന്നെ എന്താണ്? I am afraid. ഞാൻ ബാക്കിയുള്ള കുട്ടികളോട് സംസാരിക്കുന്ന സമയത്തും എനിക്ക് കോൺഫിഡൻസ് ഇല്ല, എനിക്ക് പേടിയാണ്. സോ വെനെവർ ഐ ടോക്ക് വിത്ത് ദം ഐ യൂസ് ടു ലുക്ക് ഇൻ ടു ദെയർ ഡ്രസ്. അവരുടെ എലഗൻ്റ് ആയിട്ടുള്ള ഡ്രസ്സിലേക്കാണ് എൻ്റെ കണ്ണ് പോവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐ വിൽ ലോസ് ഓൾ മൈ കോൺഫിഡൻസ്. സോ ദാറ്റ് ഈസ് വാട്ട് ഐ ഓൾസോ വാണ്ടഡ് ടു ടോക്ക് ടു യു. അതായത് നമ്മൾ എപ്പോഴും മറ്റൊരാളുടെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് വി ഡോണ്ട് ഹാവ് ടു കമ്പയർ വിത്ത് ദം. നമ്മൾ ഒരിക്കലും മറ്റുള്ളവരുമായിട്ട് നമ്മളെ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പാടില്ല. കാരണം മറ്റുള്ളവർക്കില്ലാത്ത ചില കഴിവുകൾ നമുക്കുണ്ടാവും. അത് നമുക്ക് തിരിച്ചറിയാൻ ചിലപ്പോൾ കഴിഞ്ഞു എന്ന് വരില്ല. കാലം തെളിയിക്കും ദാറ്റ് നമ്മളായിരുന്നു മറ്റുള്ളവരെക്കാൾ ഒരു പിടി മുൻപിലെന്ന് കാലം നമ്മൾ തെളിയിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റ് ടൈമിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ എവ്രിതിങ് വിൽ ബി ഓക്കെ ഇൻ അവർ ലൈഫ്. സോ കലാം നമുക്ക് തരുന്നൊരു മെസ്സേജ് എന്താണ്? വി ഡോണ്ട് ഹാവ് ടു കമ്പയർ അവർ സെൽഫ് വിത്ത് അതേഴ്സ് because everyone will be having capacities, potential is in them. നമുക്കെല്ലാവരിലും നമുക്കൊരു കഴിവുണ്ട്, അത് നമ്മൾ തിരിച്ചറിയണം. റൈറ്റ് ടൈം വരും നമുക്കത് തിരിച്ചറിയാൻ. I compare myself with other students and their elegant dress. Please tell me I want to become a marine engineer. സോ അങ്ങനെയാണ് ആ കുട്ടിക്ക് ഒരു കോൺഫിഡൻസ് ഇല്ല, ആ കുട്ടിക്ക് കഴിവില്ല എന്ന് കുട്ടി വിശ്വസിക്കുമ്പോഴും he has an aim in his mind. ഒരു എയിം ആ കുട്ടിയുടെ മനസ്സിലുണ്ട്. വാട്ട് ഈസ് ദാറ്റ്? He wanted to become a marine engineer. എല്ലാവർക്കൊന്നും മറൈൻ എഞ്ചിനീയേഴ്സ് ആവാൻ പറ്റില്ല അല്ലേ? കഴിവുള്ള ആൾക്ക് മാത്രമേ അത് പറ്റുള്ളൂ. അപ്പോൾ ഈ കുട്ടിക്ക് എന്താണ്? ഒരു എയിം ഉണ്ട്. Nothing can stop him. I want to travel a ship. I want to be the captain of the ship. That's what. Captain of the ship. I want to build the engine of the ship. Shall I be able to do all these, sir? So ആ കുട്ടി ചോദിക്കുകയാണ്, I wanted to travel a ship. ഒരു ഷിപ്പ് ഓടിക്കണം എന്ന് എനിക്കുണ്ട്, ഷിപ്പിൻ്റെ എൻജിൻ ഉണ്ടാക്കണം എന്ന് എനിക്കുണ്ട്, ഷിപ്പിൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കണമെന്ന് എനിക്കുണ്ട്. പക്ഷേ can I be able to do that? എനിക്കതിന് സാധിക്കുമോ? ദാറ്റ് ഈസ് വാട്ട് ദ ക്വസ്റ്റ്യൻ ദാറ്റ് ദിസ് ബോയ് പുട്ട് ഫോർവേഡ്. നമ്മളിൽ എല്ലാവരും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അല്ലേ? നിങ്ങൾക്കും ഉണ്ടാവും ചിലപ്പോൾ. നമുക്ക് എല്ലാവർക്കും എയിംസ് ഉണ്ട്, ഡ്രീംസ് ഉണ്ട്. വി വാണ്ടഡ് ടു ബിക്കം സംതിങ് ഇൻ അവർ ലൈഫ്. പക്ഷേ വി ആർ നോട്ട് ഹാവിങ് ദാറ്റ് കോൺഫിഡൻസ് ടു അച്ചീവ് ദാറ്റ്. അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള, നിങ്ങൾ അങ്ങനെ ഒരാളാണെന്ന് സ്വയം ഇവാലുവേറ്റ് ചെയ്യുക. നിങ്ങൾക്കുള്ള ഒരു ആൻസറാണ് കലാം വാസ് ആക്ച്വലി ഗിവിങ് ത്രൂ ദിസ് ചാപ്റ്റർ. So what he wanted to ask, എന്താണ് ചോദിക്കേണ്ടത്? When the boy completed the question. So അതിന് മുൻപ് ആ കുട്ടി ചോദിക്കുകയാണ് എന്ത്? Shall I be able to do all these, sir? And how can I achieve this mission? എങ്ങനെയാണ് എൻ്റെ ഡ്രീം ഞാൻ അച്ചീവ് ചെയ്യേണ്ടത്? What should I do? എന്താണ് ഞാൻ ചെയ്യേണ്ടത്? When the boy completed the question, the entire audience and the dignitaries on the dais, including the chief minister, were looking at me, wondering what Kalam was going to say to the sincere question of a young village boy. കലാമിനെ ആ സ്റ്റേജിലുള്ള എല്ലാ ആളുകളും when the boy entered the question, ഈ ക്വസ്റ്റ്യൻ എൻഡ് ചെയ്ത സമയത്ത് എല്ലാവരുടെ നോട്ടവും കലാമിലേക്കാണ്. ബിക്കോസ് കലാമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഓൾ ദ ക്വസ്റ്റ്യൻസ് വി വിൽ ആസ്ക് ടു ഹിം, അദ്ദേഹം നമുക്ക് തരുന്ന ഒരു ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സംതിങ് മാർവലസ്. നമുക്ക് എക്സ്പ്ലെയിൻ പോലും ചെയ്യാത്ത രീതിയിലുള്ള ഒരു ആൻസർ ആയിരിക്കും. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഐ ഹാവ് ടു സേ ദാറ്റ്. ഒരു ദിവസം ഇതേപോലെ APJ അബ്ദുൽ കലാമിനോട് ഒരാളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ആൻഡ് ദ ക്വസ്റ്റ്യൻ ഈസ്, നമ്മുടെ ബർത്ത്ഡേൻ്റെ പ്രത്യേകത എന്താണ്?
ഓക്കെ, നമ്മൾ ബർത്ത്ഡേ, എല്ലാവർക്കും ബർത്ത്ഡേസ് ഉണ്ട്, എല്ലാവരും ജനിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബർത്ത്ഡേയുടെ പ്രത്യേകത എന്താണെന്ന് APJ അബ്ദുൽ കലാമിനോട് ഒരാൾ ചോദിച്ചപ്പോൾ APJ അബ്ദുൽ കലാം കൊടുത്തൊരു ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരേ ഒരു ദിവസമാണ് നമ്മൾ കരയുകയും നമ്മുടെ അമ്മ നമ്മളെ കരച്ചിൽ കണ്ട് ചിരിക്കുകയും ചെയ്യുന്നത്. ഒരേ ഒരു ദിവസം. ഒരിക്കലും നമ്മൾ അമ്മമാർ നമ്മൾ കരയുന്ന സമയത്ത് നമ്മളെ കൂടെ കരയുന്നവരാണ് അമ്മമാർ, അല്ലേ? നമ്മൾ ഒരു സങ്കടവും അവർക്ക് സഹിക്കാൻ പറ്റില്ല. പക്ഷേ ഒരൊറ്റ ദിവസമുണ്ട്, അപ്പം മാത്രമാണ് നമ്മൾ കരയുന്നത് കണ്ടിട്ട് നമ്മൾ അമ്മമാർ ചിരിക്കുന്നത്. ബിക്കോസ് നമ്മൾ കരഞ്ഞാൽ മാത്രമേ നമുക്ക് ഓക്കെ ആണ്, ഫിസിക്കലി നമ്മൾ ഓക്കെ ആണ് എന്ന് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. വെൻ വി ആർ ചൈൽഡ്, വെൻ വി ആർ ബോൺ. അപ്പോൾ ആ ഒരു ആൻസർ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല, അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു ആൻസർ തരാൻ ആർക്ക് മാത്രമേ പറ്റുള്ളൂ? APJ അബ്ദുൽ കലാം. അപ്പോൾ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ എന്താണ് APJ അബ്ദുൽ കലാമിനെ സംബന്ധിച്ചിടത്തോളം? ഒരേ ഒരു ഡേ നമ്മുടെ ജീവിതത്തിൽ വെൻ അവർ മദർ വിൽ laugh ആഫ്റ്റർ സീയിങ് അവർ ക്രൈ. നമ്മൾ കരയുന്ന കണ്ടിട്ട് നമ്മൾ അമ്മ ചിരിക്കുന്ന ഒരേ ഒരു ദിവസം എന്ന് പറയുന്നത് ഇറ്റ്സ് അവർ ബർത്ത്ഡേ. Such a beautiful answer. ഇനി so then everyone is curious. അപ്പോൾ അവിടെ കൂടിയിരിക്കുന്നവരൊക്കെ ക്യൂരിയസ് ആണ്, എന്തായിരിക്കും APJയുടെ വായിൽ നിന്ന് വരുന്ന ആൻസർ? I thought of it and breaking the silence I said, my dear friend. അപ്പം അത്രയും പൊളൈറ്റായിട്ട്, വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഡിയർ ഫ്രണ്ട് എന്നാണ് ആ കുട്ടിയെ അദ്ദേഹം സംബോധന ചെയ്യുന്നത്. അപ്പോൾ അതുപോലും നമ്മൾ ആലോചിക്കണം, അത്രയും ഫ്രണ്ട്ലി നേച്ചറായിരുന്നു APJ അബ്ദുൽ കലാം. ഇനി ഇഫ് പോസിബിൾ നിങ്ങൾക്ക് കഴിയുകയാണെങ്കിൽ APJ അബ്ദുൽ കലാമിൻ്റെ സ്പീച്ചസ് ഒക്കെ നമുക്ക് യൂട്യൂബിലും അതേപോലെ തന്നെ ഗൂഗിളിലൊക്കെ അവൈലബിൾ ആണ്. യു യൂസ് ടു വാച്ച് ദാറ്റ്. അത് വാച്ച് ചെയ്യുക. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും വാട്ട് എ കൈൻഡ് ഓഫ് പേഴ്സണാലിറ്റി വാസ് ഹീ. Then I thought of it, the breaking the silence, I said, my dear friend, you have put the most difficult question among the many questions that I have received from millions and millions of students whom I have ever met. I value your question. I know you are echoing the fear of many. Let me recite a beautiful ancient poem named I Will Fly. So answer എന്താണ് കൊടുത്തത്? Dear friend, നിൻ്റെ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ ഓഫ് മെനി യൂത്ത്. ഒരുപാട് യൂത്തിൻ്റെ ഒരു ക്വസ്റ്റ്യനെയാണ് നീ പ്രതിനിധാനം ചെയ്തത്. ആൻഡ് അതേപോലെ തന്നെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇതുവരെ മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് ക്വസ്റ്റ്യൻ എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും ദിസ് വാസ് എ ഡിഫിക്കൽട്ട് വൺ, ദിസ് വാസ് എ ഡിഫറെൻറ്റ് വൺ. ആൻസർ എന്താണ് കൊടുക്കുന്നത്? ഒരു ആൻഷ്യൻറ്റ് പോയം റിസൈറ്റ് ചെയ്തിട്ടാണ് ഹി വാസ് ആക്ച്വലി ഗിവിംഗ് ദി ആൻസർ. ആൻഡ് ദ പോയംസ് ടൈറ്റിൽ ഇസ് ഐ വിൽ fly, and that is the title of our chapter, I Will Fly. So what is the poem? I am born with potential, so I have all the capacities. I am born with potential. അപ്പോൾ ഇത് ഓരോ ഇൻഡിവിജ്വലും നമ്മൾ കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നിട്ട് പറയാം, ഐ ആം ബോൺ വിത്ത് പൊട്ടൻഷ്യൽ. ഞാൻ പൊട്ടൻഷ്യലോടുകൂടി, എബിലിറ്റീസോടുകൂടി, കഴിവുകളോട് കൂടിയിട്ടാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത്. I am born with goodness and trust. ഞാൻ ഗുഡ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേറ്റ്നെസ്. എല്ലാവർക്കും അവരുടേതായ മഹത്വം ഉണ്ട്, അല്ലേ? അപ്പോൾ APJ അബ്ദുൽ കലാം വായിക്കുന്ന ഈ ഒരു കവിതയിലുള്ള ലൈൻ, സെക്കൻഡ് ലൈൻ എന്താണ്? I am born with goodness and trust. I am born with ഗുഡ്നെസ്സോടു കൂടിയാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത്. I am born with ideas and dreams. I am born with greatness. So that is what the title of the unit, അല്ലേ? അപ്പോൾ അതും ഇവിടെ കണക്റ്റ് ആവുകയാണ്. ഐ ആം ബോൺ വിത്ത് ഐഡിയാസ് ആൻഡ് ഡ്രീംസ്. അപ്പോൾ ഓരോ ഇൻഡിവിജ്വലും ദേ ആർ ബോൺ വിത്ത് ഐഡിയാസ് ആൻഡ് ഡ്രീംസ് ഇൻ ദം. ഓരോരുത്തർക്കും സ്വപ്നങ്ങളുണ്ട്, ഓരോരുത്തർക്കും ഐഡിയാസ് ഉണ്ട്. അതൊക്കെ നമ്മളാണ് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത്. Then I am born with greatness. I am born with confidence. അപ്പോൾ നമ്മൾ മിററിൻ്റെ മുന്നിൽ പോയി നിന്നിട്ട് പറയേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. I am potential, I am brave, I am great, and also I am born with confidence. I am so much confident. കോൺഫിഡൻസോട് കൂടിയാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത്. Then I am born with wings. That's a very beautiful line. കാരണം I am born with wings. വിങ്സോട് കൂടി, ചിറകുകളോട് കൂടിയിട്ടാണ് നമ്മൾ ഓരോ ഇൻഡിവിജ്വലും ഈ ലോകത്തേക്ക് വരുന്നത്. പറന്നാണ് നമ്മൾ വരുന്നത്, അല്ലേ? നമ്മൾ ഈ ലോകത്തിലേക്ക് വരുന്നത് വിത്ത് അവർ വിങ്സ്. വിങ്സ് എന്ന് പറയുന്നത് എന്താണ്? അവർ കപ്പാസിറ്റീസ്, അവർ എബിലിറ്റീസ്, അവർ പൊട്ടൻഷ്യൽ, അവർ ക്രിയേറ്റിവിറ്റി, അവർ ഇമാജിനേഷൻ, എവ്രിതിങ്. സോ ഐ ആം നോട്ട് മെന്റ് ഫോർ ക്രോളിംഗ്. ക്രോളിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഴയുക. അപ്പം ഐ എം നോട്ട് മെന്റ് ഫോർ ക്രോളിംഗ്. ഞാൻ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? എഴയാൻ പാടില്ല. മറിച്ച് സോ ഐ ആം നോട്ട് മെന്റ് ഫോർ ക്രോളിംഗ്. ഐ ഹാവ് വിങ്സ്. ഐ വിൽ ഫ്ലൈ, ഐ വിൽ ഫ്ലൈ ആൻഡ് ഫ്ലൈ. സോ വിങ്സ് ഉള്ളത് കൊണ്ട് തന്നെ
I will fly one day to reach up to my goal. Then ഈ ഒരു poem recite ചെയ്തതിന് ശേഷം, so this is the meaning. Every individual is born with potential, confidence, capacities and all, and we have to identify what is those things in us. നമ്മളിലുള്ള ഈ കപ്പാസിറ്റീസ് എന്താണ്, ഈ ചിറകുകൾ എന്താണ് എന്നുള്ളത് നമ്മളാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. Then we have to fly towards the heights. Then, young friends, let me discuss with you how you can be unique. അപ്പോൾ ഈ ഒരു പോം റിസൈറ്റ് ചെയ്തതിന് ശേഷം പിന്നെ കലാം എന്താണ് പറയുന്നത്? യങ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം how you can become unique. യുണീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തൻ, ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ്. എവ്രി വൺ ഈസ് ഡിഫറെൻറ്റ് അല്ലേ? യെസ്. So I have so far met 15 million youth in a decade's time. കുറേ ആളുകളെ കുറേ യൂത്തിനെ ഞാൻ കണ്ടിട്ടുണ്ട്. I learned, ഞാൻ പഠിച്ചു. Every youth wants to be unique, that is you. അതൊരു സ്പെസിഫിക്കേഷനാണ്. അതായത് യു എന്ന് പറയുന്ന ഒരു കാര്യം, നീ എന്ന് പറയുന്ന ഒരു കാര്യം ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നീ എന്ന് പറയുന്നത് നീ മാത്രമാണ്. യു ആർ യുണീക്ക്. So that is what I want to say to you. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എല്ലാവരും, everyone wanted to be unique in their own ways. എല്ലാവരും യുണീക്ക് ആവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ how we can, that is what Kalam says. Every youth wants to be unique, that is you. But the world all around you is doing its best day and night to make you just everybody else. നമ്മളെല്ലാവരും ഒറ്റയ്ക്കൊറ്റയ്ക്ക്, അതായത് യുണീക്ക് ആവാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ ചുറ്റുമുള്ള സൊസൈറ്റി, നമ്മളെ ചുറ്റിലുമുള്ള ലോകം നമ്മളെ അതിന് അനുവദിക്കുന്നില്ല. ചുറ്റിലുള്ള ലോകം നമ്മളോട് എന്താണ് പറയുന്നത്? നോ, യു ഡോണ്ട് വോണ്ട് ടു ബി യുണീക്ക്, യു ഹാവ് ടു ബി ലൈക്ക് എവ്രിബഡി എൽസ്. ബാക്കി എല്ലാവരെ പോലെ നീയും, അത്രേ ലോകം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നുള്ളൂ. ദെൻ നമ്മൾ ക്ലൈമാക്സിലേക്ക് വരികയാണ്. ഓക്കെ. In your home, dear young fellows, you are asked by your parents to be like the neighbor's children for scoring good marks. When you go to school, your teacher. സോ അവിടെ എന്താണ്, നമ്മൾ വീട്ടിൽ നമ്മൾ വരികയാണെങ്കിൽ നമ്മളെ പാരൻസ്, പക്ഷെ എല്ലാ പാരൻസും അങ്ങനെയല്ല കേട്ടോ. കുറച്ച് പാരൻസൊക്കെ എങ്ങനെയാണ്, ബാക്കിയുള്ള കുട്ടികളെ വെച്ചിട്ട് നിങ്ങളെ കമ്പയർ ചെയ്യും. നിങ്ങളോട് പറയും അവൻ അത്രയും മാർക്ക് വാങ്ങിയിട്ടില്ല, ദെൻ എന്തുകൊണ്ട് നിനക്ക് പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ചീത്ത പറയും. പക്ഷേ ചില പാരൻസ് ഉണ്ട്, ദേ വിൽ ബി വിത്ത് അസ് ലൈക്ക് മൈ പാരൻസ്. ഓക്കെ. So children for scoring good marks. When you go to school, your teacher. പക്ഷെ എല്ലാ ടീച്ചേഴ്സൊന്നും അങ്ങനെയല്ല അല്ലേ? ഡെഫിനറ്റ് ആയിട്ടും അങ്ങനെയല്ല. നമ്മൾ ഓരോ കുട്ടികളിലെയും കഴിവുകൾ നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ടീച്ചർ ആവുന്നത് അല്ലേ? എല്ലാ കുട്ടികളും യുണീക്കാണ്. എവ്രി വൺ ഈസ് ഡിഫറെൻറ്റ്. അവൻ ഇത്ര മാർക്ക് വാങ്ങിയിട്ട് എന്തുകൊണ്ട് നിനക്ക് വാങ്ങിക്കൂടാന്ന് നമ്മൾ ചോദിക്കാൻ പാടില്ല. ബിക്കോസ് നാളെ മാർക്കിലല്ല കാര്യം അല്ലേ? അവർ നാളെ എന്തായി തീരും എന്നുള്ളത് വി കാൺ പ്രെഡിക്റ്റ്. ഫോർ ദാറ്റ് മൊമെൻറ്റ് വി ഹാവ് ടു വെയിറ്റ്. യെസ്. Why don't you become like the first 5 rankers in the class? അപ്പോൾ ചില ടീച്ചേഴ്സ് ചോദിക്കും, ആദ്യത്തെ റാങ്കിൽ നിനക്ക് വന്നൂടെ, എന്തുകൊണ്ട് നീ വരുന്നില്ല, നിനക്ക് എന്തുകൊണ്ട് പഠിക്കാൻ പറ്റുന്നില്ല, നീ എന്താ ഇങ്ങനെ ആയത്? അപ്പോൾ കുറേ ക്ലീഷേ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലേ ടീച്ചേഴ്സ് ചോദിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമുക്കിവിടെ ഡിസ്കസ് ചെയ്യണ്ട. സോ യെസ്, സോ wherever you go, people say you have to be somebody else or everybody else. അപ്പോൾ എവിടെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മളോട് ലോകം പറയും നീ അവനെ പോലെ ആവണം, നീ അവളെ പോലെ ആവണം, നീ ആവണം എന്ന് ആരും നമുക്ക് പറഞ്ഞു തരാറില്ല. നീ സൊസൈറ്റിയെ നോക്കണം, നീ അപ്പുറത്തുള്ള ആളെ നോക്കണം, ഇപ്പുറത്തുള്ള ആളെ നോക്കണം, നീ ആവരുത്. പക്ഷേ വാട്ട് APJ അബ്ദുൽ കലാം സേസ്, ആൻഡ് അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. എൻ്റെ പാരൻസ് എനിക്ക് പറഞ്ഞതും അത് തന്നെയാണ്. യു ഹാവ് ടു ബി യുവർ സെൽഫ്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മളെ ആശയങ്ങളും നമ്മളുടെ പേഴ്സണാലിറ്റി നമ്മൾ മാറ്റിവെക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് അവരൊന്നും നമ്മളെ കൂടെ നാളെ ഉണ്ടാവണം എന്നില്ല. നീ മാത്രമേ, നീയും നിൻ്റെ നിഴലും മാത്രമേ നിങ്ങളുടെ കൂടെ ഉണ്ടാവൂ അല്ലേ? ദാറ്റ്സ് റൈറ്റ്. സോ വാട്ട് APJ സേസ്, wherever you go, people say you have to be somebody else or somebody else. Now, dear young friends, how many of you would like to be unique yourself? അപ്പോൾ APJ അബ്ദുൽ കലാം നമ്മളെ മുന്നിലേക്ക് ഒരു ക്വസ്റ്റ്യൻ ഇടുകയാണ്. ആൻഡ് ഐ ആം ഓൾസോ ആസ്കിങ് ടു യു. ഞാൻ നിങ്ങളോടത് ചോദിക്കുകയാണ്. എത്ര ആളുകൾ, എൻ്റെ മുന്നിലിരിക്കുന്ന എത്ര ആളുകൾ wanted to be unique? So APJ Abdul Kalam is asking, now dear young friends, how many of you would like to be unique? എത്ര ആളുകൾക്ക് യുണീക്ക് ആവണമെന്നുണ്ട് എന്നൊരു ക്വസ്റ്റ്യൻ നമ്മളെ മുന്നിലേക്ക് ഇടുകയാണ്. The challenge, my dear young friends, is that you have to fight the hardest battle which any human being can ever imagine, and never stop fighting until you arrive at your destined place.
that is a unique you. So towards the end, ഇങ്ങനെയാണ് APJ end ചെയ്യുന്നത്. And what APJ says is that നമ്മൾ ഏറ്റവും ലാസ്റ്റ് we will reach to a point where we will be unique. So ആ ഒരു ജേർണി, ആ ഒരു യാത്രയിൽ നമ്മൾ എന്ത് ചെയ്യണം? We have to be strong. നമ്മൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട്, വളരെ സ്ട്രോങ് ആയിട്ട് നമ്മൾ മുന്നോട്ടേക്ക് പോവുക. You don't have to look into others. You don't have to look into your family. ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ മറ്റൊരാളാവണമെന്ന് പറയുന്ന ഫാമിലിയെ you don't have to. എന്ന് പറഞ്ഞ ഫാമിലിയെ റിജക്റ്റ് ചെയ്ത് പോകണമെന്നല്ല. You have to be, or you have to be confident, and you have to move forward. Then, until you arrive at your destined place, that is a unique you. അതായത് ഇതൊക്കെ തരണം ചെയ്തുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ ഹാർഡസ്റ്റ് ബാറ്റിൽസ് ഉണ്ടോ എല്ലാം തരണം ചെയ്തുകൊണ്ട് you have to reach to the end point. End point എന്താണ്? Unique you. And that is what the chapter I Will Fly. So this chapter is very simple when you look into it. So the chapter says that you have to be unique, you have to be identical, you have to be a unique personality with your own will, your own potential, and your own confidence. So how we can reach up to that, that is what the entire chapter says about. So I think it's clear to you, and you just study and go through the chapter, go through the text, then it will be more clear to you.